നമസ്കാരം. 1850 സ്ക്വയർ ഫീറ്റുള്ള ഒരു വീടിൻ്റെ ഫൗണ്ടേഷൻ വർക്കാണിത്. ഇപ്പോൾ ഇത്രയും ഹൈറ്റിൽ പില്ലറുകൾ നിൽക്കുകയാണ്. എന്താണ് ഈ ഫൗണ്ടേഷൻ്റെ പ്രത്യേകത? എന്തുകൊണ്ടാണ് ഇത്രയും ഹൈറ്റിലേക്ക് നമ്മൾ ചെയ്തത്? എന്നൊക്കെയുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് കോളം ഫുട്ടിംഗ് രീതിയിലുള്ള ഫൗണ്ടേഷനാണ്. നമ്മളിതിനു മുമ്പ് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഒരു വീടിൻ്റെ ഫൗണ്ടേഷനെ പറ്റിയൊക്കെ. സാധാരണ നമ്മളൊരു 2.5 അടി അല്ലെങ്കിൽ ഒരു 3 അടി ഡെപ്തിൽ കുഴിയെടുത്തിട്ട് അതിൽ നിന്ന് പില്ലറുകളായിട്ട് അതിൻ്റെ മാറ്റ് കെട്ടി കോളം പൊക്കി എടുത്തുകൊണ്ട് വന്ന് അതിൻ്റെ മേളിൽ പ്ലിന്ത് ബീം അടിച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഫൗണ്ടേഷനാണ്. എന്നാൽ ഇതും അതേപോലെ തന്നെയാണ്. പക്ഷേ ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞത് റോഡുമായിട്ട് ഒരുപാട് താന്ന് കിടക്കുന്ന പ്ലോട്ടാണ്. നിങ്ങൾക്ക് അങ്ങോട്ട് നോക്കി അറിയാം, അതാണ് നമ്മുടെ റോഡ് വരുന്ന ഭാഗം. അവിടെ നിന്ന് ഇങ്ങോട്ട് സ്ലോപ്പിലാണ് ഈ പ്ലോട്ട് കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത്രയും ഏരിയ മണ്ണിട്ട് പൊക്കിയാൽ മാത്രമേ ഇതിൻ്റെ ഫൗണ്ടേഷൻ പ്ലിന്ത് ബീം ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഞാൻ ഈ നിൽക്കുന്ന ഹൈറ്റിലാണ് ഇതിൻ്റെ പ്ലിന്ത് ബീം വരുന്നത്. അതായത് ഫൗണ്ടേഷൻ്റെ ടോപ്പ് വരുന്നത് ലെവലാണ് ഈ കമ്പി ഇവിടെ ഇത്രയും ഹൈറ്റിൽ നിൽക്കുന്നത്. ഈ ലെവലിലാണ് നമ്മുടെ ഫ്ലോർ ലെവൽ വരുന്നത്. അപ്പോൾ മിറ്റം വരുന്നത് ഈ ഒരു ലെവലിലും അതിൻ്റെ മുകളിലേക്ക് 1.5 അടി ഹൈറ്റിൽ പ്ലിന്ത് ബീമും വരും. അപ്പോൾ ഇത്രയും മണ്ണിട്ട് പൊക്കിയാൽ മാത്രമേ ഇതിൻ്റെ മുകളിലേക്കുള്ള പ്ലിന്ത് ബീമിൻ്റെ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ആദ്യം നമ്മളിവിടെ ചെയ്തത് സാധാരണ ഇപ്പോൾ ഈ കിടക്കുന്ന ഗ്രൗണ്ട് ലെവലിൽ എക്സ്കവേറ്റ് ചെയ്ത് അതിനാവശ്യമായ ഡെപ്തിലേക്ക് ഒരു 3 അടിയോളം ഡെപ്ത് താഴേക്ക് എടുത്ത് 3 അടി കൂടുതലെടുത്തു. കാരണം എന്താ പറഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് കുറച്ചും കൂടെ ലൂസായിട്ടുള്ള മണ്ണൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഡെപ്തിലേക്ക് മണ്ണെടുത്ത് അതിന് ശേഷം മാറ്റ് കെട്ടി കോളം ഫുട്ടിങ് ചെയ്തു. അതിനുശേഷം ഇവിടെ ഒരു ഗ്രേഡ് ബീം താഴെ ചെയ്തു. കണക്ഷൻ ബീം ഈ പില്ലറുകൾ തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് എല്ലാ ഏരിയയിലും ഇല്ല എങ്കിലും ഒരുപാട് ഡെപ്ത് വരുന്ന ഭാഗത്തിൽ അഡീഷണലായിട്ടൊരു ബീം ചെയ്തു. ഇതിൻ്റെ ഒരു സൈസ് എന്ന് പറഞ്ഞാൽ 20 സെൻറ്റിമീറ്റർ വീതിയും 20 സെൻറ്റിമീറ്റർ ഹൈറ്റിലുമാണ് ആ ബീം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ബാക്ക് സൈഡ് വരുന്ന ഭാഗത്ത് കണ്ടാൽ മനസ്സിലാവും, ഈ അറൗണ്ട് ഈ ഒരു ഏരിയ ഫുള്ള് കണക്ട് ചെയ്തുകൊണ്ട് തന്നെ ബീമുകൾ ചെയ്തു. ഇനി നമ്മൾ അതിൻ്റെ മുകളിലേക്ക് പിന്നെയും പില്ലറുകൾ പൊക്കിക്കൊണ്ട് വന്നിട്ട് അതിൻ്റെ മുകളിലാണ് ഇനി നമ്മൾ ബീം ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം നമ്മളൊരു ഇതിനകത്ത് പറഞ്ഞു വരുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളൊരു സ്ഥലം വാങ്ങുമ്പോൾ, ഒരു വീട് വെക്കാനായിട്ട് സ്ഥലം വാങ്ങുമ്പോൾ സ്ലോപ്പായിട്ട് കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ ഇതുപോലെയുള്ള എക്സ്ട്രാ കോസ്റ്റുകൾ നമുക്ക് അഡീഷണലായിട്ട് വരും. നമ്മളൊരു വീടിൻ്റെ എസ്റ്റിമേറ്റ് കണക്ക് കൂട്ടുമ്പോൾ ഇപ്പോൾ സ്ക്വയർ ഫീറ്റിന് 2000 രൂപ അല്ലെങ്കിൽ 2000-ന് മുകളിലൊക്കെ സ്ക്വയർ ഫീറ്റ് ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ ഒരു വീട് ചെയ്ത് വരുമ്പോൾ റേറ്റ് ആകും. അപ്പോൾ ഒരിക്കലും നമ്മൾ ഇതേപോലെയുള്ള അഡീഷണൽ വർക്കുകളുടെ ബഡ്ജറ്റ് നമ്മൾ കൂട്ടാറില്ല. അപ്പം ഈ ഒരു വർക്ക് എന്ന് പറഞ്ഞത് ഈ പറഞ്ഞ ഏരിയയിൽ എക്സ്ട്രാ ഈ ഒരു റേറ്റിൽ എക്സ്ട്രാ ആയിട്ട് വരുന്ന കാര്യമാണ്. സാധാരണ നമ്മളൊരു 2.5 അടി അല്ലെങ്കിൽ 3 അടി ഡെപ്തിൽ ഫൗണ്ടേഷൻ ചെയ്ത് അതിൻ്റെ മുകളിലേക്ക് ബീം അടിച്ചാണ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ഏകദേശം ഒരു 10 അടി കൂടുതലൊക്കെ ഈ ഭാഗത്ത് ഹൈറ്റ് വന്നു. ഇപ്പം നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഇതിൻ്റെ മുകളിലേക്ക് തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഒരു 5 അടിയോളം ഹൈറ്റ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ താഴെ ഒരു 4 അടിയോളം ഹൈറ്റ് താഴോട്ടും പോയിട്ടുണ്ട് ഈ ഫൗണ്ടേഷൻ ചെയ്ത് താഴെ നിന്ന് എക്സ്കവേറ്റ് ചെയ്ത് വന്നതുകൊണ്ട്. അപ്പോൾ ഇവിടെ ഒരു 5 അടിയാണെങ്കിൽ താഴേക്ക് ഒരു 4 അടി 5 അടി ഇവിടെയൊക്കെ കണ്ടാൽ മനസ്സിലാവും. ഇവിടെയൊക്കെ ശരിക്കും ഇത് 6 അടിയോളം പില്ലറുണ്ട് മുകളിലേക്ക് തന്നെ. ഇതിൻ്റെ താഴേക്ക് ഒരു 4 അടിയുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 10 അടിയോളം ഹൈറ്റിലാണ് ഇവിടെയൊക്കെ പില്ലറുകൾ വന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കോസ്റ്റ് എക്സ്ട്രാ ആയിട്ട് വരും. അപ്പോൾ ഇവിടെ ഒരു 1850 സ്ക്വയർ ഫീറ്റുള്ള ഒരു വീട്ടിൽ ഇത്രയും ഹൈറ്റിൽ എക്സ്ട്രാ പില്ലറുകളും ബീമുകളും ചെയ്തു വന്നപ്പോൾ ഏകദേശം ഒരു 2 ലക്ഷം രൂപയോളം എക്സ്ട്രാ നമുക്ക് ചിലവായി. നോർമൽ ഫൗണ്ടേഷൻ്റെ ചിലവിനെക്കാട്ടി എക്സ്ട്രാ ചിലവായി. ഇപ്പോൾ നമ്മളൊരു ഫ്ലാറ്റായിട്ടുള്ളൊരു ഏരിയ ആയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു വീട് വെക്കാൻ എടുക്കുന്ന സ്ഥലം അത്യാവശ്യം റോഡുമായിട്ട് പൊങ്ങി നിൽക്കുന്ന സ്ഥലമാണെങ്കിൽ, പൊങ്ങി എന്ന് പറഞ്ഞാൽ ഒരുപാട് പൊങ്ങി നിന്നാലും കോസ്റ്റ് കൂടും. നമുക്ക് ആ മണ്ണ് കട്ട് ചെയ്ത് മാറ്റണം, അങ്ങനെയൊക്കെയുള്ള ചിലവ് വരും. അപ്പോൾ നോർമൽ രീതിയിൽ കിടക്കുന്ന ഒരു പ്ലോട്ടാണെങ്കിൽ നമുക്ക് ആ കോസ്റ്റ് നമുക്ക് എക്സ്ട്രാ വരത്തില്ല. ഇനി ഇതിനകത്ത് വരുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയും മണ്ണ് നമ്മൾ ഫില്ല് ചെയ്യണം. ഇത്രയും മണ്ണ് ഫില്ല് ചെയ്യാനായിട്ടുള്ള കോസ്റ്റും അഡീഷണലായിട്ട് വരും. അപ്പോൾ ഈ മണ്ണ് റിട്ടേൺ ചെയ്യാനായിട്ടാണ് ഇവിടെ ആദ്യം തന്നെ ഇതേപോലെയുള്ളൊരു കരിങ്കല്ല് റിട്ടേണിങ് വോൾ ചെയ്തു. കരിങ്കല്ല് കെട്ടി 4 സൈഡും ഇതേപോലെ കരിങ്കല്ല് കെട്ടി ഫില്ല് പൊക്കിയിട്ടാണ് നമ്മൾ ഈ പില്ലറിൻ്റെ പണി ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഒരു കോസ്റ്റും എക്സ്ട്രാ ആയിട്ട് വന്നു. ഇത്രയും കരിങ്കല്ല് കെട്ടേണ്ടതായിട്ടുള്ള കോസ്റ്റ്. ഇതിൻ്റെ അഡീഷണലായിട്ട് ഇവിടെ ഒരു ബെൽറ്റ് 2 ഭാഗത്തായിട്ട് RCC ബെൽറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കരിങ്കല്ല് ഇത്രയും ഹൈറ്റ് ചെയ്യേണ്ടത് കൊണ്ട് തന്നെ നോർമൽ വിഡ്ത്തിലും കൂടുതൽ വിഡ്ത്തിലാണ് ഒരു 3 അടിയോളം വിഡ്ത്ത് ചെയ്ത് ഇത്രയും ഒരു 10 അടിയോളം ഹൈറ്റിൽ കോൺക്രീറ്റ് ചെയ്ത് കല്ല് കെട്ടി അതിൻ്റെ മേളിൽ കോൺക്രീറ്റ് ചെയ്തു. നമ്മൾ അഡീഷണലായിട്ട് നമുക്ക് കോസ്റ്റ് വന്നത് കരിങ്കല്ല് കെട്ടിൻ്റെ കോസ്റ്റ് വന്നു, ഇതിൻ്റെ കോൺക്രീറ്റിൻ്റെ കോസ്റ്റ് വന്നു, ഈ പില്ലർ കുഴി അഡീഷണലായിട്ട് പില്ലറുകൾ പൊക്കുന്നതിൻ്റെ കോസ്റ്റ് വന്നു, ഇനി മണ്ണ് ഫില്ല് ചെയ്യുന്നതിൻ്റെ കോസ്റ്റും വരും. അപ്പോൾ ഇത്രയൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരുപാട് പൈസ നമുക്ക് എക്സസ് ആയിട്ട് വരും. അപ്പോൾ ഒരുപാട് താന്ന് കിടക്കുന്ന പ്ലോട്ടിലൊക്കെ നമ്മൾ വീട് വെക്കുമ്പോൾ ഇതേപോലെയുള്ള പ്രശ്നങ്ങൾ വരും. ഇനി നമുക്കതിനെ ഓവർകം ചെയ്യാനായിട്ട് വേറൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമുക്കിതിൻ്റെ അടിയിൽ സെല്ലാർ ഫ്ലോറായിട്ട് ചെയ്യാം. ഇപ്പോൾ നമുക്ക് അവിടെ മാത്രമേ വഴിയുള്ളത് കൊണ്ട് തന്നെ അപ്പോൾ അങ്ങനെ ചെയ്യണമെങ്കിൽ ഇവിടെ ഒരു റാമ്പ് പോലെ കോൺക്രീറ്റ് ചെയ്ത് വണ്ടിയൊക്കെ താഴേക്ക് ഇറക്കാവുന്ന രീതിയിൽ കാർ പോർച്ച് പോലെ ചെയ്തിട്ട് ഇതിൻ്റെ മേളിൽ സ്ലാബ് ചെയ്യാം. സ്ലാബ് ചെയ്തിട്ട് അതിൻ്റെ മേളിലേക്ക് 2ാം നിലയായിട്ട് വീടുകൾ പണിയാം. അപ്പോൾ ഇതിൻ്റെ അടിയിൽ ഒരു ഫ്ലോറായിട്ട് കിട്ടും. അത്രയും ഭാഗം നമ്മൾ മണ്ണ് ഫില്ലിങ് ഒഴിവാക്കാം. പക്ഷേ അവിടെ നമുക്ക് കോസ്റ്റ് വരുന്നത് ഈ ഒരു അഡീഷണൽ റൂഫ് സ്ലാബ് ചെയ്യേണ്ടതായിട്ടുള്ള കോസ്റ്റ് വരും.
അപ്പോൾ ഈ കാർ പാർക്കിംഗ് ഒക്കെ ആണെങ്കിൽ സാധാരണ 4 ഇഞ്ച് കനത്തിൽ കൂടുതൽ കനത്തിലും അതേപോലെയുള്ള അഡീഷണൽ ആയിട്ടുള്ള കമ്പിയൊക്കെ ഇട്ട് വേണം അതേപോലെ റൂഫ് സ്ലാബ് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ പില്ലറുകൾ ചിലപ്പം പോരാ, അതിലും കൂടുതൽ വലിയ സൈസിലുള്ള പില്ലറുകൾ ചെയ്യേണ്ടി വരും. അതിനനുസരിച്ച് പില്ലറുകളുടെ കമ്പിയുടെ അളവുകൾ കൂടുതലായിട്ട് വേണ്ടി വരും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അതും നമുക്ക് ചിലവ് കൂടുതലായിട്ട് വരും. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗം നമുക്ക് സ്പേസ് എക്സ്ട്രാ ആയിട്ട് അഡീഷണൽ ആയിട്ട് താഴെ കിട്ടും. അത്രയും ഭാഗം കൂടെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ആ ഒരു പ്രയോജനം ഉണ്ടെങ്കിലും അങ്ങനെ ചെയ്ത് വേണമെങ്കിലും എടുക്കാം. പക്ഷേ ഇവിടെ അങ്ങനെയല്ല ചെയ്തത്. ഇവിടെ ഫില്ല് ചെയ്ത് എടുക്കാൻ തന്നെ രീതിയിലാണ് നമുക്കൊരു പെർമനൻറ്റ് സൊല്യൂഷനായിട്ടാണ് ഇവിടെ ചെയ്തത്. അതുപോലെ തന്നെ ഇതേപോലെയുള്ള ഫൗണ്ടേഷൻ ചെയ്യുമ്പം വരുന്ന വേറൊരു കാര്യമാണ് ടൈം. നമുക്ക് ഇത്രയും ചെയ്തെടുക്കാനായിട്ട് കുറച്ച് ടൈം വരും. നമ്മൾ സാധാരണ ഫൗണ്ടേഷൻ ചെയ്ത് വരുമ്പം അത്രയും ആ ഡെപ്തിലോ അത്രയും വർക്കുകളോ നമുക്ക് വരാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് ചെയ്യാനായിട്ട് പറ്റും. പ്രത്യേകിച്ച് ഈ മഴക്കാലമൊക്കെ ആണെങ്കിൽ പണികളുടെ ടൈം കുറച്ച് കൂടുതൽ വരും. ഇനി ഈ പറഞ്ഞ പോലെ മണ്ണ് കിട്ടാൻ, ഇപ്പോൾ ഇവിടെ മണ്ണ് കിട്ടാനായിട്ട് കുറച്ച് താമസമാണ്. ഇതിപ്പോൾ കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരിക്ക് അടുത്താണ് ഈ സൈറ്റ്. അപ്പോൾ ഇവിടെ മണ്ണ് കിട്ടാൻ കുറച്ച്, ഇപ്പോൾ മഴയുടെയൊക്കെ ഒരു പ്രശ്നം കാരണമാണ് ഇവിടെ നമുക്ക് മണ്ണ് വരുന്നത് ഒരു വണ്ടിക്ക് 4000-4500 രൂപയൊക്കെയാണ് ഒരു വണ്ടി മണ്ണിന് ചിലവായിട്ട് വരുന്നത്. അതായത് ഒരു 150-200 അടി മണ്ണിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ ആ ഇത്രയും ഏരിയ ഫില്ല് ചെയ്യണമെങ്കിൽ ഏകദേശം നല്ലൊരു ക്വാണ്ടിറ്റി മണ്ണ് വേണ്ടി വരും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. പിന്നെ ഇതേപോലെയുള്ള പില്ലറുകൾ ചെയ്യുമ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് ക്യൂറിങ് ചെയ്യണം, നനച്ചു കൊടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ആണ് നമ്മൾ ഇതുപോലെയുള്ള ചാക്കുകൾ കെട്ടിയിരിക്കുന്നത്. അപ്പോൾ ചാക്ക് കെട്ടി ഇതിനകത്ത് വെള്ളം നല്ലപോലെ ഒഴിച്ചു കൊടുത്താൽ കുറേ നേരം ഇതിൻ്റെ വെറ്റ്നസ് നിൽക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചാക്ക് കെട്ടി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. അതേപോലെ തന്നെ ഇതുപോലെയുള്ള ഒരു പ്ലോട്ടിൽ വരുന്ന വേറൊരു പ്രശ്നമാണ്, നമ്മൾ നെയ്ബറിൻ്റെ കോമ്പൗണ്ടുകളുമായിട്ട് താഴ്ന്നു കിടക്കുന്നതാണെങ്കിൽ വരുന്നൊരു പ്രശ്നം, നമ്മളിത് മണ്ണ് ഫില്ല് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ഈ റിട്ടേണിംഗ് വോൾ ചെയ്യാതെ മണ്ണ് ഫില്ല് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഹൈറ്റിൽ, ഈ പില്ലറിൻ്റെ ഹൈറ്റ് നിങ്ങൾക്ക് കാണാം, ഈ ഒരു ഹൈറ്റിൽ മണ്ണ് വരും. മണ്ണ് വന്നാൽ ഇവരുടെ മതിൽ മറിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. സാധ്യതയല്ല, അത് മറിഞ്ഞു പോകും. ഇത് നോർമലി ചെയ്തിരിക്കുന്ന ഒരു മതിലാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ റിട്ടേണിംഗ് വോൾ ചെയ്യാനായിട്ടാണ്, ഇത് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തില്ല. ഇതിൻ്റെ താഴെ ഈ ചരട് കെട്ടിയിരിക്കുന്ന ഈ ലെവലിൽ ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഈ കരിങ്കല്ല് കെട്ട് തന്നെ ഇവിടെ കണ്ടിന്യൂ ചെയ്യണം. എങ്കിലേ ഈ ഒരു മതിലിനൊരു സപ്പോർട്ട് കിട്ടുകയുള്ളൂ. സപ്പോർട്ട് കിട്ടിയിട്ട് മണ്ണിട്ടാലേ മാത്രമേ ഇത് നിൽക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഇതും മറിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമ്മൾ ചുറ്റും നമുക്ക് ആവശ്യമില്ലെങ്കിൽ പോലും ഈ 4 സൈഡും മതിൽ കെട്ടി മറ്റുള്ളവരുടെ വീടിനെയും കൂടെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്ക് വരും. അല്ലെങ്കിൽ ആ മതിൽ പോയി അവരുടെ ആ ഒരു പ്രശ്നത്തിലേക്ക് വരും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കാര്യം നമ്മൾ അഡീഷണൽ ആയിട്ട് വരുന്ന ചിലവുകളാണ്. അപ്പോൾ ഒരു വീട് വെക്കാൻ പോകുന്നവരെ സംബന്ധിച്ച് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്തത്. പ്രത്യേകിച്ച് ഇതേപോലെയുള്ള സ്ലോപ്പായിട്ടുള്ള അല്ലെങ്കിൽ ചരിവായിട്ടുള്ള പ്ലോട്ടുകൾ തിരഞ്ഞെടുക്കുമ്പോൾ ഇങ്ങനെയുള്ള ചിലവുകളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ മറ്റുള്ളവരുടെ അറിവിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീട് നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട പല രീതിയിലുള്ള ടിപ്സുകൾ അടങ്ങിയ ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയൊരു വിഷയമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.